ഹായ് മകളെ, 10ാം ക്ലാസ്സിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തതുപോലെ ഈ ഒരു വർഷം നിങ്ങളുടെ മുന്നിലേക്ക് അത്രയധികം വരാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് വരാനൊരു റീസൺ ഉണ്ട്. അത് നിങ്ങളുടെ മെസ്സേജുകൾ തന്നെയാണ്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ ലഭിച്ചിട്ടും +1 അടിപതറിയ ഒരുപാട് മക്കൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയിട്ടും +1 വിചാരിച്ചത്ര മാർക്ക് നേടാൻ പറ്റാതെ ടെൻഷൻ അടിച്ചുകൊണ്ട്, ഡിപ്രഷൻ അടിച്ചുകൊണ്ട്, ഇനി എനിക്ക് പഠിച്ചാൽ A+ കിട്ടുമോ, ഇനി എനിക്ക് പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുമോ എന്ന ഭയം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്കെല്ലാവർക്കും ഉള്ളതാണ്. വീഡിയോ കാണുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങളെ പഠിക്കാൻ മോട്ടിവേറ്റ് ചെയ്യുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു മെസ്സേജ് എന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തത്. ആ മെസ്സേജ് ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ വീഡിയോ മുന്നോട്ട് പോകാം. ആ മെസ്സേജിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: സാർ, ഞാൻ +1 അഗ്നി ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. സാർ, എനിക്ക് തീരെ കോൺഫിഡൻസ് കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അടുത്തൊരു സെൻറ്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിരുന്നു, ക്ലാസ് ടോപ്പർ ആയിരുന്നു. അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ അതുപോലെ ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല, നല്ല ബാക്കാണ് ഇപ്പോൾ ഞാൻ, ആകെ ടെൻഷനും സ്ട്രെസ്സുമാണ് ഇത് ആലോചിച്ചിട്ട്. സാർ, എനിക്ക് ഓൾമോസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ അറിയാം, പക്ഷേ ഒന്നും അറിയില്ല എന്നതുപോലൊരു തോന്നൽ എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പക്ഷേ ഈ ഒരു അവസ്ഥ കാരണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഈ ചിന്ത കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാൻ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. സാർ, ഇനി പഠിച്ചു തുടങ്ങിയാൽ ഫുൾ മാർക്ക് കിട്ടുമോ? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, വീട്ടിലും വലിയ പ്രതീക്ഷയാണ്. കിട്ടില്ല എന്നുള്ള ടെൻഷൻ കാരണം പഠിക്കാൻ പറ്റുന്നില്ല. സാർ, പ്ലീസ് റീപ്ലേ സാർ. വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു മെസ്സേജും അതോടൊപ്പം തന്നെ വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ പറയുന്ന, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വായിച്ചത്. ഇത് ഒരുപാട് കുട്ടികളുടെ ഉള്ളിലുള്ളൊരു കാര്യമാണ്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ പോലും +1 എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടിക്കൊണ്ട് ഫുൾ മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹിച്ച് പഠിച്ച ഒരുപാട് മക്കൾ ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും. മക്കളെ, നിങ്ങളൊന്നും പേടിക്കണ്ട. ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം തന്നെ പറയട്ടെ. ഒന്നാമത്തെ കാര്യം, മാർക്കല്ല നമ്മളെ ലൈഫ് നിശ്ചയിക്കുന്നത്. അത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. കാരണം +1 എനിക്ക് അത്ര അധികം മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഈ ഒരു പൊസിഷനിൽ വന്ന് നിന്നുകൊണ്ട് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെടുക്കുന്ന എഫേർട്ട്, നമ്മളെടുക്കുന്ന ഹാർഡ് വർക്ക് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അത്ര മാർക്ക് കിട്ടണം, ഇത്ര കിട്ടിയാലേ എനിക്ക് ഹാപ്പി ആവൂ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. എന്നെക്കൊണ്ടാവുന്ന അത്രയും ഞാൻ പഠിക്കണം, എന്നെക്കൊണ്ടാവുന്ന അത്രയും കോൺസെപ്റ്റുകളെ മനസ്സിലാക്കി തന്നെ പഠിക്കണം എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ വിജയം നമ്മളെ കാത്തിരിക്കുന്നത്. എല്ലാവർക്കും പലതരത്തിൽ, അല്ലെങ്കിൽ പല ആളുകൾക്കും പലതരത്തിലുള്ള സ്കില്ലുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളെ ലൈഫിനെ എപ്പോഴും നമ്മളെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് നമ്മുടെ സ്കില്ലുകളാണ്. ഞാൻ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്താനുള്ള ഒരു റീസൺ, എൻ്റെ സ്കില്ല് ഞാൻ തിരിച്ചറിഞ്ഞത് PG പഠിക്കുന്ന സമയത്താണ് മെയിനായിട്ട്. അന്ന് മുതലാണ് ഞാൻ ട്യൂഷൻ എടുക്കാൻ പോകുന്നത്. ആ സമയത്ത് ഞാൻ എടുക്കുന്ന സെമിനാറുകൾ കണ്ടുകൊണ്ട് ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ടീച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് അവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരുപാട് വൈകിട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു കഴിവ് മനസ്സിലാക്കുന്നത്. അതുപോലെ പല ആളുകളും അവരുടെ കഴിവുകളെ പറ്റി ഓൾറെഡി അറിഞ്ഞ ആളുകളുണ്ടാവും, അറിയാത്ത ആളുകളുണ്ടാവും. ഒഴുക്കിനനുസരിച്ച് നീന്തി പോകുന്ന ഒരുപാട് മക്കളുണ്ട് എന്നെ പോലെ. +1 +2 എനിക്ക് സയൻസ് 10ാം ക്ലാസ്സിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ സയൻസ് എടുക്കുന്നത്. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനോട് എനിക്ക് പണ്ട് മുതലേ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ പണ്ട് മുതൽ എനിക്ക് മാർക്ക് കിട്ടലൊന്നുമില്ല. 10ാം ക്ലാസ്സിൽ B+ ആണ്. +1 എനിക്ക് ആദ്യം B ഗ്രേഡ് ആയിരുന്നു, പിന്നെ ഞാനത് ഇമ്പ്രൂവ് ചെയ്ത് B+ ആക്കിയതാണ്. +2 എനിക്ക് B+ ആണ്. എനിക്ക് ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ B+ ആണ്. ആകെ ഒരു തവണ മാത്രമേ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ എനിക്കൊരു A ഗ്രേഡ് അല്ലെങ്കിൽ A+ കിട്ടിയുള്ളൂ, ഒറ്റ തവണ മാത്രം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എപ്പോഴും ഇതാണ്, നമ്മൾ മാർക്കിന് വേണ്ടി മാത്രം പഠിക്കുന്ന ഒരാളാവരുത്. നിങ്ങളെടുക്കുന്ന എഫേർട്ടിന് ഒരിക്കലും എന്തായാലും റിസൾട്ട് കിട്ടും. അത് ഭാവിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത് ഏതൊരു ഫിലിമിൽ പറയുന്നുണ്ട്, അത് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നില്ല, പക്ഷേ നമുക്കതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആയിട്ട് പഠിക്കാതിരിക്കരുത്. നിങ്ങളുടെ മാർക്കുകൾ കണ്ട് നിങ്ങൾ പഠിക്കാതിരിക്കരുത് എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഒരു പക്ഷേ 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ടായിട്ടും +1 അത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. സ്വാഭാവികമാണ്. കാരണം നമ്മുടെ സിലബസുകളുടെ ചേഞ്ചുകൾ നമ്മൾ ഒരുപാട് മാനസികമായിട്ട് തളർത്തുന്നുണ്ടാവും. മലയാളം മീഡിയം പഠിച്ചു വന്ന കുട്ടിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. പഠിക്കുന്ന കോൺസെപ്റ്റുകളെല്ലാം കുറച്ച് ഹൈ ലെവലായതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പല ആളുകളും എഴുതി പഠിക്കുന്ന സമയത്ത് ബോറടിച്ചുകൊണ്ട് പഠനം നിർത്തി വെക്കുന്നുണ്ടാവും. ഇനി പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി വന്ന് പുസ്തകം എടുത്ത് തുടങ്ങിയാൽ തന്നെ അത് പകുതി വെച്ച് സ്റ്റെക്ക് ആയിക്കൊണ്ട്, അല്ലെങ്കിൽ പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ അത് നമ്മളെ വീണ്ടും പഠനത്തിൽ തന്നെ മാറ്റുന്നുണ്ടാവും.
നമ്മൾ കൂടുതലും പഠിക്കാൻ ശ്രമിക്കുന്നത് പരീക്ഷയുടെ തലേ ദിവസങ്ങളാണ്. അപ്പോൾ എത്ര ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ പോലും ഇനി നമ്മുടെ മുന്നിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ടഫുള്ള ചാപ്റ്റർ ഏതാണോ അത് കൃത്യമായിട്ട് യൂട്യൂബുള്ള ആളുകൾ യൂട്യൂബിൽ കാണുക. അല്ലാത്ത കുട്ടിയോട് എനിക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ പറയാനുള്ളത് നമ്മുടെ എൻഡ് ഗെയിമിൽ ജോയിൻ ചെയ്യാനാണ്. ഇതൊരു പ്രൊമോഷനായിട്ട് നിങ്ങൾ കാണരുത്. വളരെ ചുരുങ്ങിയ പൈസ കൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണ് സൈലത്തിൻ്റെ എൻഡ് ഗെയിം ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ എല്ലാ ചാപ്റ്ററും നിങ്ങൾ പഠിക്കണമെന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ചാപ്റ്റർ ഒരുപാടുണ്ടാവും. അപ്പോൾ അറിയാവുന്ന ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അറിയാത്ത ചാപ്റ്ററിന് സമയം കൊടുക്കാം. അറിയാത്ത ചാപ്റ്റർ ക്വിക്ക് റിവിഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ മോഡൽ എക്സാമുകൾ, അങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ എൻഡ് ഗെയിം ബാച്ച് മുന്നോട്ട് പോകുന്നത്. ഇനി അതും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളുകളുണ്ട് എങ്കിൽ അവർക്ക് യൂട്യൂബ് ക്ലാസ്സുകൾ പോസിബിൾ ആണ്. നിങ്ങൾക്ക് അറിയാത്ത ചാപ്റ്റർ, നിങ്ങൾ ഏറ്റവും ടഫായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ചാപ്റ്ററാണ് നിങ്ങളിപ്പോൾ ഈ ഒരു മാസം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു 10-25 ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. അതിലൊരു ദിവസം പോലും നിങ്ങൾ ഇനി മാറ്റി വെക്കരുത്. ഫുൾ മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വിചാരിച്ചാലും കിട്ടുമടാ. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഈ നിമിഷം വിചാരിച്ചാലും നിങ്ങൾക്ക് ഫുൾ മാർക്കും ഫുൾ A+ നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നിർത്തരുത്. അത് മാർക്ക് കുറഞ്ഞാലും ശരി, നിങ്ങളുടെ ഈ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് നിങ്ങൾക്ക് വിചാരിച്ച അത്ര മാർക്ക് തന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഹാർഡ് വർക്ക് നിർത്തരുത്. കാരണം ഹാർഡ് വർക്കാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതിനാണ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി. മാർക്ക് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സെക്കൻഡറി ആണ്. നമ്മൾ എൻജോയ് ദ ജേണി നോട്ട് ദ ഡെസ്റ്റിനേഷൻ. പ്ലസ് 1 എത്തിയ സമയത്ത് നിങ്ങൾ അത്രയധികം കേട്ടിട്ടുണ്ടാവില്ല, എൻജോയ് ദ ജേണി നോട്ട് ദി ഡെസ്റ്റിനേഷൻ. നമ്മൾ എത്തേണ്ട സ്ഥലത്തിനെ പറ്റിയല്ല നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്, നമ്മൾ പോകുന്ന യാത്രകൾ തന്നെയാണ്. ആ യാത്രകളെയാണ് നമ്മൾ എഫേർട്ട് എന്ന് വിളിക്കുന്നത്. സോ ഓരോ പ്ലസ് 1 വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെടുക്കുന്ന എഫേർട്ട് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും. അതൊരു പക്ഷേ പെട്ടെന്നാവണമെന്നില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിലും. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. എല്ലാ പ്ലസ് 1 വിദ്യാർത്ഥികളോടും നിങ്ങൾക്ക് ഈ ഒരു കാര്യം അയച്ചു കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ ഷാജി റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.